ഹായ് ഓൾ വെൽക്കം ടു ഫൂട്ടി അരീന. കോപ്പ ഡെൽ റേയുടെ സെമി ഫൈനൽ പോരാട്ടങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നടന്ന ആദ്യപാദ മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിന് റയൽ സോസിഡാഡിനെ പരാജയപ്പെടുത്താൻ റയൽ മാഡ്രിഡിന് കഴിഞ്ഞിരുന്നു. ബ്രസീലിയൻ യുവ പ്രതിഭയായ എൻട്രിക്കാണ് ഈ ഒരു വിജയ ഗോൾ കണ്ടെത്തിയിട്ടുള്ളത്. മത്സരത്തിൻ്റെ 19-ാം മിനിറ്റിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗോൾ പിറന്നത്. ജൂഡ് ബെല്ലിംഗ്ഹാമിൻ്റെ മികച്ച ഒരു പാസ് വരുന്നു. അതിനേക്കാൾ മികച്ച ഒരു ഫിനിഷിംഗ് ആണ് എൻട്രിക്ക് നടത്തിയിട്ടുള്ളത്. വളരെ വേഗത്തിലുള്ള ഒരു ഷോട്ട് അദ്ദേഹം ഉതിർക്കുകയായിരുന്നു. ഈ ഗോളാണ് റയലിന് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ രണ്ടാം പാദ മത്സരം റയലിൻ്റെ മൈതാനത്ത് വെച്ചുകൊണ്ടാണ് നടക്കുക. ഏതായാലും എൻട്രിക്കിനെ കുറിച്ച് ഇപ്പോൾ കാർലോ ആഞ്ചലോട്ടി സംസാരിച്ചിട്ടുണ്ട്. വേണ്ടത്ര അവസരങ്ങൾ എൻട്രിക്കിന് റയലിൽ ലഭിക്കാറില്ല, പക്ഷെ ലഭിക്കുമ്പോഴെല്ലാം മികച്ച രൂപത്തിൽ കളിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഏതായാലും ആഞ്ചലോട്ടി താരത്തെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: എൻട്രിക്ക് വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള, വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള, കരുത്തനായിട്ടുള്ള ഒരു താരമാണ്. ബോൾ ഹാൻഡിൽ ചെയ്യുന്ന കാര്യത്തിൽ അദ്ദേഹം ഇനിയും പുരോഗതി കൈവരിക്കാനുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വേഗതയും ഷൂട്ടിങ്ങും ഒക്കെ വളരെ മികച്ചതാണ്. വളരെ മികച്ച ഒരു താരമാണ്. എളുപ്പത്തിൽ കാര്യങ്ങൾ പഠിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് എൻട്രിക്കിനെ കുറിച്ച് പരിശീലകൻ പറഞ്ഞിട്ടുള്ളത്. അതേസമയം ഈ മത്സരത്തെക്കുറിച്ചും ഗോളിനെ കുറിച്ചും ഒക്കെ എൻട്രിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെയാണ്: വളരെ ബുദ്ധിമുട്ടേറിയ ഒരു മത്സരമായിരുന്നു, പക്ഷെ ഞങ്ങൾ വിജയിച്ചു. ആ ഒരു ഗോളിലേക്കുള്ള ബോളിനെ നല്ല രൂപത്തിൽ കൺട്രോൾ ചെയ്യാൻ എനിക്ക് കഴിഞ്ഞു. നല്ല ഒരു ഗോൾ തന്നെയാണ് ഞാൻ നേടിയിട്ടുള്ളത്. ഗോളുകൾ നേടിക്കൊണ്ട് ടീമിനെ സഹായിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇതാണ് എൻട്രിക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും റയൽ മാഡ്രിഡ് ഇനിയിപ്പോൾ അടുത്ത മത്സരത്തിൽ റയൽ ബെറ്റിസിനെയാണ് നേരിടുക. ലാലിഗയിലാണ് ആ ഒരു മത്സരം. മാർച്ച് 1-ാം തീയതി രാത്രി ഇന്ത്യൻ സമയം 11 മണിക്കാണ് ഈ മത്സരം അരങ്ങേറുക. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.